നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കൊന്നല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. നമ്മൾ വണ്ടി അകത്ത് പോയി ലോഡ് ഫുൾ ഇറക്കി. അകത്ത് കാലത്താണ് പോയത് കേട്ടോ. അകത്ത് പോയി ലോഡൊക്കെ ഇറക്കി ഇപ്പോഴാണ് വണ്ടി പുറത്തേക്ക് ഇറക്കിയത്. ഇവിടെ ഇറക്കാൻ വന്നപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. എൻ്റെ സ്ഥലം 2 സ്ഥലത്ത് ഇറക്കണമായിരുന്നു. അവിടുന്ന് കയറ്റിയ പോലെ തന്നെ 2 സ്ഥലത്ത് എനിക്ക് ഇറക്കണമായിരുന്നു. അത് കാലത്തൊരു 10:30 ആയപ്പോഴത്തേക്കും ഫസ്റ്റ് സ്ഥലത്ത് ലോഡ് ഇറക്കി കഴിഞ്ഞു. പിന്നെ തൊട്ടപ്പുറത്തന്നെ അപ്പുറം അത് 2 ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് മാത്രമേ. റെയിൽവേയുടെ തന്നെ 2-3 ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ സ്ഥലത്ത് ലോഡ് ഇറക്കി കഴിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ ഇറക്കി വന്നതിന് ശേഷം വന്ന 3 വണ്ടി പിന്നെ ലോഡ് ഇറക്കിയത്. എൻ്റെ വണ്ടി രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്ഷൻ കിട്ടിയൊക്കെ വന്നപ്പോൾ ഇപ്പോഴാണ് ഇറക്കിയത്. അപ്പോൾ അത് കാരണം വെച്ചാൽ പിന്നെ ഞാൻ അകത്തുള്ള വീഡിയോ ഒന്നും പിടിക്കാനൊന്നും പറ്റിയില്ല, അകത്തുള്ള വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. ഇതുണ്ടോ റെയിൽവേ ട്രെയിൻ പോകണുണ്ടോ? ഇതിലകത്ത് ആൾക്കാരൊന്നുമില്ല കേട്ടോ, ആളില്ലാത്ത വണ്ടിയാണ്, ആരൊന്നും കാണാനില്ല. ഇത് 16 വീല് നമ്മുടെ രണ്ടാമത് ഞാൻ ഇറക്കിക്കഴിഞ്ഞ് വൈകുന്നേരം വന്ന വണ്ടിയാണ്. ഇത് അവിടുന്ന് ദുർഗാപൂർ തന്നെ ലോഡ് കയറ്റി വന്ന വണ്ടിയാണ് കേട്ടോ. 16 വീലോ ഇത് ഇറക്കിക്കഴിഞ്ഞു. പിന്നെ ഇത് ഇന്നലെ എൻ്റെ കൂടെ ഇവിടെ കിടന്ന വണ്ടി. ഞങ്ങൾ 2 വണ്ടിയായിരുന്നു ഇന്നലെ ഇറക്കാൻ ഉണ്ടായിരുന്ന വണ്ടി. അതും കാലത്ത് ഇറക്കി. എൻ്റെ വണ്ടി ഇറക്കി വെച്ചപ്പോൾ അത് ഇറക്കി. എൻ്റെ 2 സ്ഥലത്ത് ഇറക്കേണ്ട കാരണമായിരുന്നു ബുദ്ധിമുട്ട് വന്നത്. എൻ്റെ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കിട്ടും. ഇനി ഈ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്, ബോഡിപ്പണി. എനിക്കത് മാത്രമല്ല, എനിക്ക് നാട്ടിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ലോങ് ലോഡ് പറയുന്നുണ്ട്. ഇന്ന് അണ്ണൻ ഒരു അഗർത്തല ലോഡും പറഞ്ഞു, ഒരു ജമ്മു കാശ്മീർ ലോഡും പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് ട്രിച്ചിയിൽ നിന്ന് മറ്റേ അഗർത്തലയ്ക്കും ഇവിടുന്ന് ദിണ്ടിഗൽ നിന്നാണ് മറ്റേ ജമ്മു കാശ്മീർ ലോഡ് പറഞ്ഞത്. പക്ഷെ എനിക്ക് നാട്ടിൽ 15-ാം തീയതി നാട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറക്കി പോകാൻ പറ്റൂല. അപ്പോൾ ഇവിടെ കുളിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി ഒന്ന് കുളിക്കാൻ നോട്ടെ, സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി നോട്ടെ കേട്ടോ. ഇതേണ്ട റെയിൽവേ ട്രെയിനെ കൊണ്ട് നിർത്തിയാണോ ഇവിടെ എവിടെയും കാണണം. ഇവിടെ ഈ യൂണിയൻകാരെ അവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞോടെ. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കുളിക്കട്ടെന്ന് പറഞ്ഞു. കാരണം വേറെന്നല്ലേ, 2-3 ദിവസമായി കുളിച്ചിട്ട്. ഇവിടെ സൗകര്യം അടിപൊളി, കുഴപ്പമില്ല, കുളിക്കാനുള്ള സൗകര്യം കിട്ടി. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ടൊന്ന് കുളിച്ചു. ആ ഡ്രസ്സൊക്കെ അലക്കി. ആ ഡ്രസ്സ് ഞാൻ ഇട്ടേക്കണേ കേട്ടോ. കാരണം വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ തോർത്തോട് എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ സാറുമാരും മേഡങ്ങളൊക്കെ അവരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓട്ടിപ്പിക്കും നമ്മളെ. അവർ ഇവിടെ സാധാരണ വണ്ടിക്കാർക്ക് കുളിക്കാൻ സൗകര്യം കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ യൂണിയൻകാരൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒന്ന് കുളിച്ചോട്ടെ എന്ന് പറഞ്ഞു. കുളിക്കാൻ സൗകര്യം ചെയ്യാം. അപ്പോൾ യൂണിയൻകാരുടെ അവരുടെ ഷെഡാണ് എനിക്ക് തുറന്നു തന്നെ. അവരുടെ ഓഫീസാണ്, അല്ല അവരുടെ കുളിക്കുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ കണ്ടേ. അപ്പോൾ അവിടെ പുറത്തുള്ളവർക്കൊന്നും കുളിക്കാൻ പറ്റില്ല. അപ്പോൾ കുളിച്ചു. ഇനി വണ്ടി എടുത്ത് പോട്ടെ, റിസീവ്ഡ് മേടിച്ച് ഇനി വണ്ടി എടുത്ത് പോയിട്ട് ഡ്രസ്സ് മാറണം. നാളെ വണ്ടിയുടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യണം. അത് ചെയ്തിട്ട് നാട്ടിലേക്ക് ലോഡ് നോക്കണം. അടുത്ത ലോഡിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള രണ്ടോട് സംസാരിക്കണം. കാരണം എനിക്ക് 15-ാം തീയതി നാട്ടിൽ വരേണ്ട കാര്യമുണ്ട്, 30-ാം തീയതി നാട്ടിൽ നിൽക്കേണ്ട കാര്യം, 2 കാര്യമുണ്ട് ഈ മാസം തന്നെ നാട്ടിൽ. അപ്പോൾ അതിൻ്റെ കാരണം പിന്നെ ബാക്കിയുള്ള സാധനമൊക്കെ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ബില്ലൊക്കെ മേടിച്ച് റിസീവ്ഡൊക്കെ എനിക്ക് കിട്ടി. നമ്മൾ വണ്ടി എടുത്ത് പോട്ടെ കേട്ടോ. അപ്പോൾ റിസീവ്ഡൊക്കെ കിട്ടി. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ പുറകെ കിടന്ന വണ്ടികളൊക്കെ പോയി. അവർക്ക് നേരത്തെ റിസീവ്ഡ് ഇല്ല. അവർ കാലത്ത് ലോഡ് ഇറക്കി വേണം. കാലത്ത് ലോഡ് ഇറക്കിയിട്ടും ഇവിടെ റിസീവ്ഡ് കിട്ടണമെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അതിനേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പാണ് അവർക്ക് റിസീവ് കിട്ടിയത്. എന്നാൽ ആലോചിക്കുക, കാലത്തിൽ ഓർഡർ ചെയ്യാൻ വണ്ടിക്ക് ഇപ്പോഴാണ് റിസീവ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ വന്ന ഭയങ്കര ചടങ്ങാണ്. ഞാൻ ആദ്യമായിട്ട് ഈ റെയിൽവേയുടെ സാധനമൊക്കെ അല്ല, നമ്മളിങ്ങനത്തെ വണ്ടിയിൽ ഓടാറില്ല, അത് വേറെ വിഷയം. ഭയങ്കര ചടങ്ങ് അവിടെ വന്നു കഴിഞ്ഞാൽ. ഇന്നലെ പുലർച്ചെ 2 മണിക്ക് ഞാൻ വന്നതാണ്. എന്നിട്ട് ഇവിടെ വന്ന് അമ്മ ഇപ്പോഴാണ് ലോഡൊക്കെ ഇറക്കി കിട്ടി. അപ്പോൾ ഇനി പോട്ടെ കേട്ടോ. നമ്മുടെ റിസീവ്ഡും ഒക്കെ സാധനമൊക്കെ ഇരിക്കണം. അപ്പോൾ ഇനി നാളെ റിസീവ്ഡ് പുറത്ത് പോകണം. നാളെ വണ്ടി കൊണ്ടുപോട്ടെ. ആ ഇലക്ട്രീഷ്യൻ്റെ പണി TVS-ലൊന്ന് കാണിക്കണം. അതേപോലെ തന്നെ ബേക്കിലെ ബോഡിയുടെ പണിയൊന്ന് ചെയ്യണം. മറ്റേ വണ്ടിക്ക് കുറച്ച് പണികളുണ്ട്. മറ്റേ ബോഡിൻ്റെ പണിയും മറ്റേ ബോഡിയുടെ പുറകിലുണ്ട് ഈ സാധനമൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കണം. അതേപോലെ ഡോറിൻ്റെ ലോക്കൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ മെയിനായിട്ടുള്ള പണി ഇലക്ട്രീഷ്യൻ്റെ കാര്യങ്ങൾ നാളെ നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ലോഡിൻ്റെ കാര്യം നോക്കാം. കാരണം എനിക്കാണെങ്കിൽ നാട്ടിൽ ഞാൻ നേരത്തെ പറയല്ലോ, നാട്ടിൽ വരേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് നാളത്തെ വിശേഷങ്ങളോട് വരാം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നും ഇതായിട്ട് തോന്നരുത്. ഇന്ന് അതിനകത്ത് വീഡിയോ പിടിക്കാൻ പറ്റാത്ത കാരണമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് നിർത്തണം കേട്ടോ. അതേപോലെ തന്നെ എന്നോട് ഈ ചാനലിൽ എൻ്റെ വീഡിയോയിൽ പലരും കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ട്രിപ്പിൻ്റെ കണക്കൊന്നും ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അണ്ണനോട് ചോദിച്ചിട്ട് അണ്ണൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ട്രിപ്പ് പാലാ ടു ബംഗ്ലാദേശ് ടു ട്രിച്ചി ഇവിടെ വരെ ഓടി വന്നതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. പിന്നെ അതിൻ്റെ കണക്ക് ഡീറ്റെയിൽ ഞാൻ അണ്ണൻ വണ്ടിയുടെ ഓണറോട് ചോദിക്കണമെന്ന് എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വണ്ടിയുടെ കണക്ക് എത്രയാണ് എന്നുള്ള കാര്യം ഞാൻ ഇടാം. കണക്കെന്ന് പറഞ്ഞാൽ വലിയ അനക്കുന്ന പൈസ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ ആളോട് സംസാരിച്ചാൽ വീഡിയോ ഇടാം. കാരണം വെച്ചാൽ
ആളോട് സംസാരിച്ചാൽ എതിരൊന്നും പറയില്ല. അപ്പോൾ സംസാരിച്ച് വീഡിയോ ഇടാം. കാരണം എന്താ വെച്ചാൽ കുറേ പേര് 14 വീല് 12 വീല് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഭമെന്ന് പറയുന്നുണ്ട് ഓട്ടം പറയുന്നത്. അപ്പോൾ ആ സുഹൃത്തുക്കൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ വണ്ടി ഓടി വന്ന ബാലൻസിനേക്കാളും ബാലൻസ് ഉണ്ടാവും നമ്മുടെ ചെറുവണ്ടി പോയി കഴിഞ്ഞാൽ. അതേപോലെ ഈ ജോളിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു വ്യക്തമായിട്ട് കണക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നാളെ ആ പണിയൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ.